ഹായ് പ്യാരെ വെച്ചോ, അനുസാറാണ്. എല്ലാ മക്കളും പരീക്ഷയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് അല്ലെ. വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്തു, സ്കൂളുകളൊക്കെ തുറന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ? യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഓണം എക്സാം എങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ. അപ്പൊ എന്റെ മക്കളുടെ മനസ്സിൽ സാറേ ഞങ്ങൾക്ക് പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്, അടിപൊളിയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. ഒരുപാട് മക്കൾ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് മാഷെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സ്നേഹമൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം അതൊക്കെ കേട്ടപ്പോ. തുടർന്ന് അങ്ങോട്ടും നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പൊ എക്സാം ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ സാറിന് അറിയാം. ഇനി ആർക്കെങ്കിലും എക്സാം എഴുതിയതിൽ ഒരു ഞാൻ വിചാരിച്ചത്ര മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പേടിച്ച് ആശങ്കപ്പെടുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ? എങ്കിൽ എന്റെ മക്കളെ, ഒരു ആശങ്കയും നിങ്ങൾ എന്ത് ചെയ്യണ്ട, വേണ്ട. നിങ്ങളുടെ മനസ്സിൽ ഇനി ഉണ്ടാവേണ്ടത് വാട്ട് ഈസ് നെക്സ്റ്റ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഓണ പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ 6ാം തരത്തിൽ മാറിയ സിലബസ് ആണ്, അതുകൊണ്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, എന്നാലും എനിക്ക് നല്ല സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. ചില മക്കളുടെ മനസ്സിലുണ്ടാകും, എനിക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. ഏത് 2 തരത്തിലുള്ള മക്കളുടെ മനസ്സിലും ഇനി വേണ്ടത് വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് ഇനി അടുത്തത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന് നമ്മുടെ മുന്നിൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, മിഡ് ടേം എക്സാമിനേഷൻ 2025 അല്ലെ. 2025 വരാനിരിക്കുന്ന 3 മാസങ്ങൾക്ക് ശേഷം നമ്മൾ നേരിടാൻ പോകുന്ന നമ്മുടെ ഹാഫ് ഇയർലി എക്സാം ആണ് നമ്മുടെ എല്ലാവരുടെയും മൈൻഡിലേക്ക് വരേണ്ടത്. ഇതിന്റെ മാർക്ക് നല്ലതായിക്കോട്ടെ, ഇനി നമ്മൾ വിചാരിച്ചത്ര മാർക്ക് കിട്ടാതിരുന്നോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ അടിപൊളിയായിട്ട് വരുന്ന പരീക്ഷയെ നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ആവണം. അപ്പോൾ ആദ്യത്തെ ഓണ പരീക്ഷയ്ക്ക് നമ്മൾ എന്തെല്ലാം പഠിച്ചോ ആ രീതിയിലുള്ള പഠനം മുന്നോട്ട് പോകണം. അതേപോലെ ആദ്യം പഠിച്ചതിനേക്കാൾ ഒരു പടി മുന്നിലായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. കാരണം മാറിയ സിലബസിൽ കുറച്ച് പ്രയാസമുണ്ട് നമ്മുടെ സിലബസിൽ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഓണ പരീക്ഷയോടുകൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ എന്റെ മക്കൾ, ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, എക്സാം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ ഹാഫ് ഇയർലി എക്സാം ആണ് എന്ന് പറഞ്ഞു. ആ ഹാഫ് ഇയർലി എക്സാമിലേക്ക് നമ്മൾ എന്തെല്ലാം പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾക്ക് 2 യൂണിറ്റ് എന്നുള്ള ഉത്തരമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലെ. അപ്പൊ ഓണപരീക്ഷയ്ക്ക് നമ്മൾ 2 യൂണിറ്റ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഹാഫ് ഇയർലി എക്സാമിലേക്കും തുടർന്ന് അങ്ങോട്ടുള്ള 3-4 യൂണിറ്റുകളാണ് നമ്മുടെ പരീക്ഷയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്, ഈ 2 യൂണിറ്റുകളോടൊപ്പം നമുക്ക് ഓണപരീക്ഷയിൽ വന്ന 2 യൂണിറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. അതായത് നമുക്ക് ഈ 2 യൂണിറ്റും ഓണപരീക്ഷയിൽ നിന്നുള്ള യൂണിറ്റിലും കൂടി ടോട്ടൽ 4 യൂണിറ്റിനായിരിക്കും ഹാഫ് ഇയർലി എക്സാം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ എന്റെ മക്കളുടെ മനസ്സിൽ ഒന്ന് പറഞ്ഞേ, കുറച്ച് പ്രയാസല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് 3-4 യൂണിറ്റുകളിൽ നിന്നായിരിക്കും. ഏകദേശം 70-80% ചോദ്യം വരുന്നത് 3-4 യൂണിറ്റുകളിൽ നിന്നാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യും, 1-2 യൂണിറ്റുകളിൽ നിന്നും കൂടി ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ യൂണിറ്റും കൂടി നമ്മൾ മറന്നു പോകാൻ പാടില്ല, നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യണം. സെറ്റ് ആണോ? അപ്പൊ നമുക്ക് 4 യൂണിറ്റിൽ നിന്നായിരിക്കും ഹാഫ് ഇയർലി എക്സാമിന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അത്തരത്തിൽ തന്നെ വളരെ ലളിതമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും നിങ്ങൾ സൈലത്തെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അനുസാറിന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ഇനിയുള്ള വീഡിയോസും അതേപോലെ ലൈവ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ സെറ്റ് ആക്കണം. കൂടാതെ നമുക്കൊരു ബാച്ച് ഉണ്ട്, വജ്ര ബാച്ച് ഉണ്ട്. ആ ബാച്ചിന് ഇപ്പോൾ 10% ഡിസ്കൗണ്ട് ഉണ്ട്. അതിലും എന്റെ മക്കൾ അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ. അപ്പൊ എല്ലാ മക്കളും ഹാഫ് ഇയർലി എക്സാമിലേക്കുള്ള തുടക്കം തുടങ്ങി എന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാ മക്കൾക്കും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് വരുന്ന എക്സാം ഒക്കെ നേരിടണം. ആൻസറിന്റെ എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.